സ്വിച്ച് ഓഫ് ആണ്. പിന്നെ തടുപ്പിൽ പോയി കിടക്കണം. അവിടെ മൂട് ഒപ്പ് എത്ര ദിവസമായിന്നറിയോ മനുഷ്യൻ ഭ്രാന്ത് പിടിക്കണ്. ഇയാള് നമ്മളാക്കണതാ ഇവിടെ കൂടുതൽ കാശിപ്പിടുന്നതിന് വേണ്ടിട്ട്. എടാ ഞാൻ ഈ പുളിയുറുമ്പിനോട് പറഞ്ഞ ആളെ കീസരി പറഞ്ഞ ആളായിട്ട് ഡീൽ ചെയ്യാന്ന്. അപ്പൊ ഇയാൾ തന്നെ അടങ്ങിയാ മതി. ഇയാൾ ഇങ്ങനെ ഞാൻ വിചാരിച്ച ഒന്ന് വിളിക്കണത് എന്തുകൊണ്ട് ഇയാളെ വിളിച്ചാ കിട്ടാത്തത് നോക്കണത്. ഞാൻ വിളിക്കാനുണ്ട് അയാളെ സ്വിച്ച് അയാളായിരിക്കും നോക്കണോ. ചേട്ടാ എവിടെ എത്തി? സാധനമില്ലേ? ഞങ്ങൾ പഴയ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ശരി കിട്ടിട്ടാ. ഞാൻ പറഞ്ഞോളാം കോപ്പേ വരണ്ട നോക്കണേ. അപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലായിടത്തും ഭയങ്കര ചെക്കിങ്ങാണ്. പോലീസൊക്കെ മണത്തറിയുന്നുണ്ട്. പിന്നെ നാട്ടുകാർ മുഴുവൻ പോലീസിന് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഈ മയക്കുമരുന്നിനെതിരെ ഭയങ്കര പരിശീലനം നടക്കണത്. അതിനോട് ഒരു 2-3 ദിവസം കൂടി ഞങ്ങൾ ക്ഷമിക്കേ. ഇതൊരു മറ്റേ പരിപാടിയായി പോയിട്ടാ. സാധനം കിട്ടാണ്ട് ഇപ്പൊ തന്നെ 2-3 ദിവസമായി. സാധനം ഉണ്ടെങ്കിൽ എടുക്ക്. സാധനം കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പം കൈമാറണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. അതെ വിവരങ്ങളൊക്കെ അറിയാലോ. പോലീസിൻ്റെ കയ്യിലങ്ങനെ പെട്ടെന്നില്ല. മുമ്പത്തെ പോലെയല്ല, അവരടിവേരടക്കം മാന്തും. ഓലത്തും ഞങ്ങളിങ്ങനെ തേക്കാൻ നിൽക്കണ്ടാ. ഒന്നും എത്ര കസ്റ്റമേഴ്സിനെ തന്നുണ്ടോ തനിക്ക്? വേറെ ഗടികളില്ലാഞ്ചല്ല. തനിക്ക് ചെമ്പ് കൂടുതൽ വേണമെങ്കിൽ അത് പറ. ഒരുമാതിരി മെഴുകാൻ നിൽക്കണ്. ബാക്കി ഞാൻ കാശും തരാനില്ല. റെഡി ക്യാഷല്ല ഞങ്ങൾ തരുന്നത്. കുറെ പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂടെ. അറ്റെങ്കിൽ ഇത് കിട്ടാണ്ട് പ്രാന്തായിട്ടിരിക്കുക. ഇതാണ് ലെവല്. ഞങ്ങളെ കൊണ്ട് ഇനി ഭാഗ്യം ചെയ്യിപ്പിക്കരുത്. സാധനം ഉണ്ടെങ്കിൽ എടുക്ക്. തൊട്ട് റെഡിയാണെന്ന്. തനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടോ. ഞങ്ങളിങ്ങനെ തേക്കാൻ നിൽക്കരുതിട്ടാ. തെണ്ടി തരാൻ പറയാൻ നിൽക്കണു ഷാവി. ആവശ്യം പറയരുതിട്ടാ. എന്താടാ നിങ്ങളിത് ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചില്ല. സാധനം തരുന്നത് പൈസ തരുന്നത്. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുതിട്ടാ. വീട്ടൂലട്ട മച്ചാ. എന്തുട്ടാ ഭീഷണിപ്പെടുത്ത? ഭീഷണിയാണ് വേണ്ട. സീനാക്കണ്ടാട്ടാ പോയി. ഞങ്ങളിത്തിരി പശക്കാണ്. ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്നെ ഈ ഫീൽഡിൽ നിൽക്കണ കേട്ടാ. അതേ വെല്ലാണ്ട് കളിച്ചാലേ ടൂൾസ് എൻ്റെ ഉണ്ട്. വെല്ലാണ്ട് മൂക്കണ്ടാ. എന്താ മൂത്താല്? എന്തുണ്ട് മൂത്താല്? സന്തു കിട്ടോടാ.